ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇടിച്ചക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഇതൊന്ന് മുറിച്ച് ചെറിയ പീസാക്കി ഇടണം. അതിനായി നടുവേ ഞാൻ മുറിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു 3-4 വിസിലാകുമ്പോഴേക്കും വെന്ത് വരും. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തു. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചതക്കണം. അതിനായി ഞാൻ കയ്യിൽ കൊണ്ട് തന്നെ ചതച്ചെടുക്കുന്നുണ്ട്. ചെറുതായി അടിച്ചെടുക്കണം. അമ്മയൊക്കെ ഈ അമ്മിക്കല്ലിൽ നിന്ന് ഇത് ചതച്ചെടുക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാം, ഇതുപോലെയും ചെയ്യാം. അപ്പോൾ നന്നായി പൊടിയായി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറവിലേക്കാണ് ഇടേണ്ടത്. അതിനായി ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിലേക്ക് കുറച്ച് 2-3 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കടുകും ചുവന്ന മുളകും അതിലേക്ക് ചേർക്കണം. ഈ ഒരു തോരൻ ഉണ്ടെങ്കിൽ ചോറിന് മറ്റൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ നമുക്ക് ചക്കത്തോരൻ ഉണ്ടാക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്കാണ് ഈ ചതച്ച ചക്ക അതിലേക്ക് ചേർക്കുന്നത്. ഒരു നാടൻ ചക്കത്തോരൻ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അതിലേക്ക് ചേർത്തു. ഇനി കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടാൻ തന്നെ പ്രയാസമാണ്. കാരണം ഇതൊക്കെ സീസണിൽ മാത്രം കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെളുത്തുള്ളിയുടെയും തേങ്ങയുടെയും ഒക്കെ ആയൊരു ടേസ്റ്റ് ഈ ചക്കത്തോരനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ നമ്മുടെ ചക്കത്തോരൻ റെഡിയായി. ചക്കത്തോരനപ്പം ഞാൻ ഇന്നുണ്ടാക്കിയത് വെള്ളരിക്കയും കായും കൊണ്ടുള്ള ഒരു മോര് കറിയാണ്. അതിനായി വെള്ളരിക്ക മുറിച്ചിട്ടു, കായും ചെറുതായി മുറിച്ചിട്ടു. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളകും ചേർത്തു. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക്, ഉപ്പ് എല്ലാം ചേർത്ത് നന്നായി വേവിച്ചു. അതിനുശേഷം കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടിയും ഇട്ട് അരച്ചിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് തൈരും അതിലേക്ക് ചേർക്കുക. നന്നായി തിളച്ച് വരണം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചട്ടി ചൂടാക്കി കുറച്ച് കടുക്, ഉലുവ, ചുവന്ന മുളക് എല്ലാം കൂടി വറുത്തിടണം. അങ്ങനെ നമ്മുടെ മോര് കറി അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യണം. ബൈ.